ഹലോ, ദിസ് ഇസ് ശബരി ശ്രീനിവാസ്. സൈലത്തിലെ ഫിസിക്സ് ഫാക്കൽറ്റിയാണ്. നമ്മുടെ ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡ്. ആ ചാപ്റ്ററിലെ മനോഹരമായിട്ടുള്ള ടോപ്പിക്കാണ് പ്രിസം. അല്ലേ, പ്രിസമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് റിഫ്രാക്ഷൻ ത്രൂ പ്രിസമാണ്, രണ്ടാമത്തെ കാര്യം ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എന്താണ് പ്രിസം, അതുമായിട്ട് ബന്ധപ്പെട്ട ഈ ടേംസ് എന്താണെന്ന് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് MCQs ചെയ്യണം, നമുക്ക് ഈ ഭാഗം സെറ്റ് ആക്കണം. സോ ആദ്യം നമുക്ക് പറയാനുള്ളത് എന്താണ് പ്രിസം. പ്രിസം പഠിക്കുന്നതിന് മുന്നേ നമ്മൾ പഠിച്ച ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്, ഒരു ഡിവൈസ് ആണ് ഗ്ലാസ് സ്ലാബ്. അല്ലേ, ഗ്ലാസ് സ്ലാബിൻ്റെ കേസ് നമുക്കറിയാം. ഒരു ലൈറ്റ് റേ ഇവിടെ വന്ന് ഇൻസിഡൻറ്റ് ചെയ്തു, ഇതിലൂടെ പുറത്തു വന്നു. ഇതാണ് ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് സർഫസ്, ഇതാണ് സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസ്. ഇൻ ഗ്ലാസ് സ്ലാബ് ദ റിഫ്രാക്റ്റിംഗ് സർഫസസ് വെർ പാരലൽ. പക്ഷെ പ്രിസത്തേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ പ്രിസത്തിൻ്റെ ഷേപ്പ് ഒന്ന് നോക്കിക്കേ. ഇതാണ് ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് സർഫസ് അല്ലേ, ഇതാണ് സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസസ്. അപ്പോൾ നമുക്ക് മനസ്സിലായി രണ്ട് റിഫ്രാക്റ്റിംഗ് സർഫസും ആർ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ. അത് നമ്മൾ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ദി പ്രിസം. ആ രണ്ട് സർഫസ് ചേരുന്നു, ഷേപ്പായി നമുക്ക് എന്ത് കിട്ടി? ട്രയാങ്കുലാർ പ്രിസം കിട്ടി. അപ്പോൾ പ്രിസത്തിൻ്റെ പ്രത്യേകത ആണ് റിഫ്രാക്റ്റിംഗ് സർഫസ് ആർ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ലൈറ്റ് പ്രിസത്തിലൂടെ റിഫ്രാക്ട് ചെയ്യുന്നത്. പ്രിസം ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലാസ് കൊണ്ടാണ് അല്ലേ, ഗ്ലാസ് പ്രിസം ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പുറത്ത് എയർ എന്ന് പറയുന്ന മീഡിയ ആണുള്ളത്. അപ്പോൾ ഒരു ലൈറ്റ് റേ വരികയാണ്. ആ ലൈറ്റ് റേ നമ്മൾ എന്ത് പേര് വിളിക്കും? നമ്മൾ അതിനെ ഇൻസിഡൻറ്റ് റേ എന്ന് വിളിക്കും. ഓർക്കുന്നുണ്ടാവും അല്ലേ, നമ്മളെ വരുന്ന ലൈറ്റ് റേ വിളിക്കുന്ന പേരാണ് ഇൻസിഡൻറ്റ് റേ. ദിസ് ഈസ് അവർ ഇൻസിഡൻറ്റ് റേ. ഈ ഇൻസിഡൻറ്റ് റേക്ക് ഈ ഫസ്റ്റ് സർഫസിലേക്ക് ഇൻസിഡൻറ്റ് റേ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ സർഫസിലേക്ക് ലൈറ്റ് റേ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? നമ്മൾ അടുത്തായിട്ട് വരയ്ക്കേണ്ടത് നോർമലാണ്. സോ ദിസ് ഈസ് ദ നോർമൽ ടു ദാറ്റ് പോയിന്റ് ഓഫ് ഇൻസിഡൻറ്റ് അല്ലേ. നോർമൽ വരച്ചു കഴിഞ്ഞു. ഇപ്പോൾ ലൈറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ഫ്രം എ റെയറർ മീഡിയം എയർ ടു ഡെൻസർ മീഡിയം ഗ്ലാസ്. ആക്ച്വലി ലൈറ്റ് എങ്ങനെ പോകണമായിരുന്നു മക്കൾ നോക്കിക്കേ. ലൈറ്റ് ഇതാ ഇങ്ങനെ പോകണമായിരുന്നു അല്ലേ, ഇതാ ലൈറ്റ് ഇങ്ങനെ പോകണമായിരുന്നു. ഇതാണ് ലൈറ്റ് പോകേണ്ടിയിരുന്ന പാത്ത്. പക്ഷെ എന്ത് സംഭവിക്കും? ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് റെയർ ആയിട്ടുള്ള എയറിൽ നിന്ന് ഡെൻസർ ആയ ഗ്ലാസ്സിലേക്കാണ്. സോ ലൈറ്റ് റേ വിൽ ബെൻഡ് ടുവേർഡ്സ് ദി നോർമൽ. കേട്ടിട്ടില്ലേ? ഇതാണ് നോർമൽ എങ്കിൽ നോർമൽ അടുത്തേക്ക്. ഫസ്റ്റ് സർഫസിൽ റിഫ്രാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത സർഫസ് ഏതാ? അതാണ് ഈ സർഫസ്, ഗ്ലാസ് എയർ ഇന്റർഫേസ്. ഇവിടെയും ലൈറ്റ് റേ റിഫ്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ ലൈറ്റ് ഇതാ ഇങ്ങനെ പോയിരുന്നു, ഇങ്ങനെ പോകുമായിരുന്നു അല്ലേ. പക്ഷെ നമ്മൾ ആ പോയിന്റ് നോർമൽ വരച്ച് നോക്കാം. ഇതായിരുന്നു നമ്മൾ ആ പോയിന്റ് വരയ്ക്കുന്ന നോർമൽ. ഇതാണ്. എവിടെ നിന്ന് എങ്ങോട്ടാ ലൈറ്റ് പോകുന്നത്? ഫ്രം എ ഡെൻസർ മീഡിയം ഗ്ലാസ് ടു റെയറർ മീഡിയം എയർ. സോ ലൈറ്റ് റേ വിൽ മൂവ് എവേ ഫ്രം ദി നോർമൽ. ഇങ്ങനെയാണ് ലൈറ്റ് റേക്ക് ഗ്ലാസ്സിലൂടെ പോകുമ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. സോ നമുക്ക് സിമ്പിളായിട്ട് പറയാം, ഒരു പ്രിസത്തിൻ്റെ ബേസിൻ്റെ ഭാഗത്തേക്കാണ്, ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രിസത്തിൻ്റെ ബേസ്. ഇതാണ് പ്രിസത്തിൻ്റെ എപ്പെക്സ്. ആ കൂർത്ത ഭാഗമാണ് എപ്പെക്സ്, മറ്റേത് ബേസ് ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ലൈറ്റ് റേ പ്രിസത്തിൻ്റെ ബേസിലേക്കാണ് എല്ലാ സമയത്തും ഡിവിയേറ്റ് ചെയ്യുന്നത്. ഈ കാര്യം ഒന്ന് മക്കളെല്ലാവരും ഓർത്തു വെക്കണം. ഓക്കെ, നമുക്ക് ലൈറ്റ് റേക്ക് പേര് കൂടി ഇടാം, എന്നിട്ട് നമുക്ക് വേഗം നമ്മുടെ MCQയിലേക്ക് പോകാം. ആദ്യത്തെ ലൈറ്റ് റേൻ്റെ പേരാണ് ഇൻസിഡൻറ്റ് റേ അല്ലേ, ഇൻസിഡൻറ്റ് റേ. ഈ ലൈറ്റ് റേയുടെ പേരെന്താ? ഇതാണ് റിഫ്രാക്റ്റഡ് റേ. അപ്പോൾ ഇയാളുടെ പേരെന്താ? ഇയാളുടെ പേരാണ് എമർജന്റ് റേ. ഒരു കാര്യം കൂടി നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് അബൌട്ട് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. മക്കളെ നമുക്കറിയാം ഇങ്ങനെയായിരുന്നു ആ ലൈറ്റ് റേ പോകേണ്ടിയിരുന്നത് അല്ലെ. ഇൻസിഡൻറ്റ് റേ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചാൽ ഇങ്ങനെയായിരുന്നു പോകേണ്ടിയിരുന്നത്. അത് എമർജ് ചെയ്തിട്ട് പോയത് എങ്ങനെയാണ്? അതാ ഇങ്ങനെയാണ് പോയത്. സോ ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ, ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് എമർജന്റ് റേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ഏതാണ്? ദിസ് ഇസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ദിസ് ഇസ് ആംഗിൾ ഓഫ് എമർജൻസ്, ദിസ് ഇസ് ദ ഫസ്റ്റ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R1, സെക്കൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R2. ഓക്കെ, സോ നമുക്ക് വേഗം ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ ആ കാര്യം കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. യെസ്, നോക്കിക്കോളൂ. ആംഗിൾ ബിറ്റ്വീൻ ടു റിഫ്രാക്റ്റിംഗ് സർഫസ് ഓഫ് ദി പ്രിസം ആർ കോൾഡ്. പ്രിസത്തിന്റെ രണ്ട് റിഫ്രാക്റ്റിംഗ് സർഫസ് ഏതെല്ലാമാണത്? ഇതായിരുന്നു ഫസ്റ്റ് സർഫസ്, ഇതാണ് സെക്കൻഡ് സർഫസ്. അത് തമ്മിലുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരെന്താണ്? ദാറ്റ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് പ്രിസം. സിമ്പിൾ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേടാ. ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് എമർജന്റ് റേ എങ്ങനെ നമ്മൾ വരച്ചിരുന്നത്? ഇതായിരുന്നു നമ്മുടെ പ്രിസം. ലൈറ്റ് റേ ഇൻസിഡൻറ്റ് റേ ഇങ്ങനെ വന്നു, ഫസ്റ്റ് ഡീവിയേഷൻ, സെക്കൻഡ് ഡീവിയേഷൻ. ആൻഡ് ദിസ് ലൈറ്റ് റേ ഈസ് കോൾഡ് എമർജന്റ് റേ. അത് പുറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഇത് ഇൻസിഡൻറ്റ് റേ, അത് മുന്നിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഈ ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് എമർജന്റ് റേ. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. എവിടെ? യെസ്, ദിസ് ഈസ് ഇറ്റ്, ആംഗിൾ ഓഫ് ഡീവിയേഷൻ. സിമ്പിൾ
അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ. ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാം. ഒന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി പ്രിസം ആണ്, ആൻഡ് രണ്ടാമത്തെ കാര്യം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ബോത്ത് എ ആൻഡ് ബി. സിമ്പിൾ അല്ലേ? സോ പ്രിസത്തിന്റെ ഭാഗത്തെ, പ്രിസത്തിന്റെ റിഫ്രാക്ഷന്റെ ഭാഗത്തെ അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? റെക്ടാങ്കുലർ സർഫസ് ഓഫ് പ്രിസം ആർ നോൺ ആസ്. പ്രിസം നോക്കിക്കഴിഞ്ഞാൽ അതിന് റെക്ടാങ്കുലർ സർഫസ് ഉണ്ട്. എടാ മക്കളെ, നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന പ്രിസത്തിന്റെ ഈ സർഫസിന്റെ ഷേപ്പ് എന്താ? ഇത് ശരിക്കും റെക്ടാങ്കിൾ അല്ലെ? രണ്ട് റെക്ടാങ്കുലർ പീസസ് ഇങ്ങനെ ചേർത്ത് വെച്ച പ്രിസം. സോ ഈ സർഫസിനെ വിളിക്കുന്ന പേരാണ് എന്താ വിളിക്കുക? റിഫ്രാക്റ്റിംഗ് സർഫസസ്. അവിടെയാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്. സോ ദോസ് സർഫസ് ആർ കോൾഡ് റിഫ്രാക്റ്റിംഗ് സർഫസ്. പിന്നെ രണ്ട് ഭാഗങ്ങളുണ്ട്, അതാ ട്രയാങ്കുലർ ഷേപ്പ്. നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ സർഫസും അതിന്റെ പുറകിലെ സർഫസും ട്രയാങ്കുലർ സർഫസ്. അതാണ് നോൺ റിഫ്രാക്റ്റിംഗ് സർഫസസ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് പ്രിസത്തിന്റെ ഫസ്റ്റ് ഭാഗം റിഫ്രാക്ഷനുള്ള ക്വസ്റ്റ്യൻസ് പറയാം. അടുത്ത കാര്യമാണ് ഡിസ്പേർഷൻ. ഡിസ്പേർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രിസം വേണം. ആ വരുന്ന ലൈറ്റ് റേ അതിങ്ങനെയാണ് മക്കളെ, ലിസൺ വെരി കെയർഫുള്ളി. ഇതാണ് ആ ലൈറ്റ് റേ. ഈ ലൈറ്റ് റേക്ക് എന്ത് സംഭവിച്ചു? അത് സ്പ്ലിറ്റ് ചെയ്തു. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു? നമുക്കറിയാം, ബേസിന്റെ ഭാഗത്തേക്കാണ് ലൈറ്റ് റേ വരിക. ഇതൊരു ലൈറ്റ് റേ, ഇത് അടുത്ത ലൈറ്റ് റേ. സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം വരയ്ക്കണം അല്ലേ? ഫസ്റ്റ് സർഫസിൽ മാത്രമാണോ ആ സ്പ്ലിറ്റിംഗ്? അതെ, ഫസ്റ്റ് സർഫസിൽ മാത്രമാണ് സ്പ്ലിറ്റിംഗ്. സെക്കൻഡ് സർഫസിലേക്ക് വരുമ്പോൾ ഡീവിയേഷൻ മാത്രമാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് സർഫസിലും ഡീവിയേഷൻ വെച്ച് നമ്മളിതാ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതായി ഡിസ്പേർഷൻ. അപ്പോൾ ഡിസ്പേർഷൻ എന്താണെന്ന് ചോദിച്ചാൽ, വരുന്ന ലൈറ്റ് റേ അതാരാ? ഇൻസിഡന്റ് ലൈറ്റ് റേ ആണ്. ആ വരുന്നത് വൈറ്റ് ലൈറ്റ് ആണ്. ആരാണ്? വൈറ്റ് ലൈറ്റ്. വൈറ്റ് ലൈറ്റ് ആണ്. ഇവിടെ നമുക്ക് കാണാം, രണ്ട് കളറുകൾ കാണാൻ പറ്റും. ഇത് ബ്ലൂ ആണ്, അല്ലെങ്കിൽ ലെറ്റ് ബി വയലറ്റ്. വയലറ്റ് ആണ്, ഇത് റെഡ് ആണ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇവിടെ കിട്ടുന്ന ആരാ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഈ 7 പേരെയുമാണ് നമുക്ക് റൈറ്റ് സൈഡിൽ കിട്ടുന്നത്. സോ ഇവിടെ കിട്ടുന്ന ആളുകൾ ദേ ആർ ദി കമ്പോണൻസ്. ആരാണ്? കമ്പോണൻസ്. ഇവിടെ ആരാ? വൈറ്റ് ലൈറ്റ് ആണ്. സോ സ്പ്ലിറ്റിംഗ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കമ്പോണന്റ്. വൈറ്റ് ലൈറ്റ്സ് എന്താക്കി മാറി? വൈറ്റ് ലൈറ്റ് എന്തായി മാറി? അതിൻ്റെ കമ്പോണൻസ് ആയി മാറി. കമ്പോണൻറ്റ്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പേർഷൻ. സ്പ്ലിറ്റിംഗ് ഓഫ് വൈറ്റ് ലൈറ്റ്. വൈറ്റ് ലൈറ്റ് തന്നെ വേണമെന്നില്ല, ഒന്നിൽ കൂടുതൽ കളറുകൾ ചേർന്ന ലൈറ്റ് മതി. സോ വി ക്യാൻ കോൾ ദാറ്റ് ആസ് കോമ്പോസിറ്റ് ലൈറ്റ്. കോമ്പോസിറ്റ് ലൈറ്റ്. കോമ്പോസിറ്റ് ലൈറ്റ് അതിൻ്റെ കമ്പോണൻസ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് ഡിസ്പേർഷൻ. സ്പ്ലിറ്റിംഗ് ഓഫ് കോമ്പോസിറ്റ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കമ്പോണൻറ്റ്. ക്ലിയർ അല്ലേ? നമുക്ക് ഡിസ്പേർഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമുക്ക് വിബ്ജിയോർ എന്ന് എഴുതാൻ അറിയാം. എന്താ വിബ്ജിയോർ? ദിസ് ഈസ് ദ വിസിബിൾ സ്പെക്ട്രം അല്ലേ? വിസിബിൾ ആയിട്ടുള്ള കമ്പോണന്റ് കളേഴ്സ് നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് വിളിക്കുന്ന പേരാണ് വിസിബിൾ സ്പെക്ട്രം. എല്ലാ ആളുകളാണ് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇത് നമ്മൾ വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് എഴുതിയത്. ഇവിടേക്ക് വരുന്ന വേവ് ലെങ്ത് കൂടി വരും. റെഡിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ മുകളിൽ നിന്ന് താഴേക്കാണ് എഴുതിയത്. ഇങ്ങനെയാണ് നിങ്ങൾ വിബ്ജിയോർ എഴുതേണ്ടത്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഏറ്റവും മുകളിൽ റെഡ് ആണ്, താഴെ വയലറ്റ് ആണ്. വേവ് ലെങ്ത് കൂടിയാൽ അവിടെയുള്ള ബെൻഡിങ് കുറവാണ്, വേവ് ലെങ്ത് കുറഞ്ഞാൽ ബെൻഡിങ് കൂടുതലാണ്. ഈ കാര്യം മക്കളുടെ മനസ്സിൽ വേണം. വി ക്യാൻ മൂവ് ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Which property of light is used by prism to form spectrum? സ്പെക്ട്രം ഫോം ചെയ്യാൻ, വിബ്ജിയോർ എന്ന് പറഞ്ഞാൽ സ്പെക്ട്രം ഫോം ചെയ്യാൻ പ്രിസത്തിനെ സഹായിക്കുന്ന പ്രോപ്പർട്ടി അതേതാ? ഡിസ്പേർഷൻ. സ്പ്ലിറ്റിംഗ് ഓഫ് കോമ്പോസിറ്റ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കമ്പോണന്റ് കളേഴ്സ് അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ദ സ്പ്ലിറ്റിംഗ് ഓഫ് വൈറ്റ് ലൈറ്റ് ക്യാൻ ബി ഡൺ ബൈ. ഉറപ്പായിട്ട് ആർക്ക് കഴിയാൻ കഴിയും? പ്രിസത്തിന് ചെയ്യാൻ കഴിയും അല്ലേ? പ്രിസത്തിന് മാത്രമല്ല ലെൻസുകൾക്കും ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ എഫക്റ്റ് എന്താ പറയുക, റിമൂവ് ചെയ്യാനുള്ള പ്രോസസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, സ്പ്ലിറ്റിംഗ് ഓഫ് വൈറ്റ് ലൈറ്റ് ക്യാൻ ബി ഡൺ ബൈ പ്രിസം എന്നുള്ളതാണ് ആൻസർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. സോ പ്രിസം ആണ് ആൻസർ. അടുത്ത നോക്കടാ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്പേർഷൻ ഈസ് കറക്റ്റ്? ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള? ഈ ഫിഗർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കോളൂ, ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള ഫിഗർ? നോക്കിക്കേ, നമുക്ക് വരുന്നത് വൈറ്റ് ലൈറ്റ് ആണ് 4 ഫിഗറിലും. ഇവിടെ വരുന്ന ലൈറ്റുകൾ നോക്കണം. റെഡ്, ബ്ലൂ, റെഡ്, ബ്ലൂ, വയലറ്റ്, ബ്ലൂ, ഗ്രീൻ. നമുക്കറിയാം വൈറ്റ് ലൈറ്റ് സ്പ്ലിറ്റ് കഴിഞ്ഞാൽ 7 കളറുകൾ കിട്ടും. അതിലെ മുകളിലുള്ള കളറാണ് റെഡ്, താഴെയുള്ള കളർ ബ്ലൂ ഓർ വയലറ്റ് ആണ്. സോ കറക്റ്റ് ഫിഗർ ഏതാണ്? ദാറ്റ് ഈസ് ഫിഗർ 1 അല്ലേ? ഫിഗർ 2 അല്ല. കാരണം എന്താ? റെഡ് മുകളിലാണ്. ഫിഗർ 3ലേക്ക് വന്നാൽ 2 എൻഡിലും വരുന്ന കളറുകൾ റെഡും വയലറ്റുമാണ്. സോ അത് ഓപ്ഷൻ കറക്റ്റ് അല്ല, ബ്ലൂവും ഗ്രീനും അല്ല. സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആൻഡ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻഡ് ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണത്. നോക്കിക്കേ, ഡിസ്പേർഷൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്.
വെൻ റെഡ് ലൈറ്റ് പാസസ് ത്രൂ പ്രിസം, റെഡ് ലൈറ്റ് ആണ് പ്രിസത്തിലൂടെ പാസ് ചെയ്യുന്നതെങ്കിൽ അതിന് എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ നോട്ട് സ്പ്ലിറ്റ് ആണോ, സ്പ്ലിറ്റ് ഇൻറ്റു 7 കളേഴ്സ് ആണോ, സ്പ്ലിറ്റ് ഇൻറ്റു മെനി ഡിഫറെൻറ്റ് കളേഴ്സ് ആണോ, സ്പ്ലിറ്റ് ഇൻറ്റു വൈറ്റ് കളർ ആണോ? സ്പ്ലിറ്റിംഗ് ആണ് നടക്കുന്നത്. സോ സ്പ്ലിറ്റിംഗ് നടക്കണമെങ്കിൽ നമുക്ക് വരുന്ന റെഡ് ലൈറ്റിൽ എന്ത് വേണം? കൂടുതൽ കളറുകൾ വേണം അല്ലേ? റെഡിൽ എന്തില്ല? കൂടുതൽ കളറുകളൊന്നുമില്ല. ഒരു സിംഗിൾ കളറാണ്, മോണോക്രോമാറ്റിക് റെഡ് ആണ്. സോ അത് സ്പ്ലിറ്റ് ചെയ്യില്ല. ഇറ്റ് വിൽ നോട്ട് സ്പ്ലിറ്റ്. പ്ലസിൽ ആര് മാത്രമേ സ്പ്ലിറ്റ് ചെയ്യുള്ളൂ? കോമ്പോസിറ്റ് ലൈറ്റ് മാത്രമേ സ്പ്ലിറ്റ് ചെയ്യുള്ളൂ. ഒന്നിൽ കൂടുതൽ കളറുകൾ മിക്സ് ആയ ലൈറ്റുകൾ മാത്രമേ സ്പ്ലിറ്റ് ചെയ്യുള്ളൂ. സോ ദിസ് ഈസ് ഇറ്റ്. ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സീ യു.